അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സത്യൻ അച്ചുവിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് മദ്യക്കുപ്പിയായിട്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം 2 പെഗ് കഴിക്കുമ്പോഴേക്കും അച്ചു ആകെ ഫിറ്റാകണം. അതിനുശേഷം സത്യൻ അമ്പാട്ടുകാരെ പറയുമ്പോൾ സത്യനെ നല്ല ഒരു അടി വെച്ച് കൊടുക്കണം കേട്ടോ. പക്ഷേ താഴെ വന്ന് വിജയശങ്കർ പറയുന്നുണ്ട്, നമുക്ക് അച്ചുവിനെ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, നിനക്ക് അവനെ ഒരു പണി കൊടുക്കാനുള്ള അവസരം വരും. എന്തായാലും ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, രുക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് വിജയശങ്കർ സത്യനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം വിജയശങ്കറെ അച്ചു താഴേക്കിട്ട് വരുമ്പോൾ വിജയശങ്കറൊക്കെ ഉണ്ടാകും. എന്താ നിൻ്റെ ടെൻഷൻ മാറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇന്നലെ കുടിച്ചത് ഓവറായല്ലോ എന്ന് ആലോചിച്ചിട്ട് അച്ചു അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ പറയുന്നുണ്ട്, എങ്കിലേ ഞാനൊരു സന്തോഷ വാർത്ത പറയാം നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രുക്ക് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ സന്തോഷ വാർത്ത എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ആര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും നിൽക്കുമ്പോൾ വിജയശങ്കർ സന്തോഷത്തോട് കൂടിയിട്ട് പറയാണ്, ചിന്നുമോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചിന്നു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ചോദിക്കും. അതെ, അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അച്ചുവിനും വിജയശങ്കറിനും അല്ലാതെ ബാക്കി ആർക്കും, അതുപോലെ വിമലയ്ക്കും അല്ലാതെ ബാക്കി ആർക്കും ഒരു സന്തോഷമില്ല. അവർക്കൊന്നും ചിന്നു ഇങ്ങോട്ടേക്ക് വരുന്നതിൽ തീരെ താല്പര്യമില്ല. സത്യനൊക്കെ ആകെ ദേഷ്യം വരും കേട്ടോ. ആയിരിക്കുകയാണെങ്കിൽ അതിലേറെ. അതേസമയം അർച്ചനയോട് ചിന്നു പറഞ്ഞിട്ടുണ്ട്, എന്തായാലും കുഞ്ഞമ്മാവനെ ഞാൻ വിളിച്ചു കൊണ്ടുവരും, അത് ഉറപ്പായ കാര്യമാണ്, അമ്മ വിഷമിക്കണ്ട എന്ന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അതിന് പ്രകാരമാണ് ചിന്നു അച്ചുവിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രകാന്തത്തിലേക്ക് വരുന്നത്. അതേസമയം ചന്ദ്രയ്ക്കത് കേട്ടതോ ആകെ ദേഷ്യം വരും കേട്ടോ. ചന്ദ്രയോട് വിജയശങ്കർ പറയാണ്, അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നീ മുഖമൊന്നും കറുപ്പിക്കരുത്, അവളിവിടെ വന്നിട്ട് അവൾ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ, എന്തായാലും ശരി, അർച്ചനയുടെ ഒരു എല്ലിനെ ഞാൻ കൊണ്ടുവന്നു, പക്ഷേ ഇനി നട്ടെല്ലാണ് വരാൻ പോണത്. അങ്ങനെ അവർ 2 പേരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അർച്ചന അതോട് കൂടിയിട്ട് തറ പറ്റും എന്നിങ്ങനെ പറയാനിട്ട് ചന്ദ്രയോട് വിജയശങ്കർ പറയാണ്, ചിന്നു വരുമ്പോൾ ഒരു കാര്യത്തിലും ഒരാളും മുഖം കറുപ്പിക്കാനോ അവളോട് മോശമായി പെരുമാറാനോ പാടില്ല എന്ന് പറയാനിട്ടോ. അതേസമയം ചിന്നു അച്ചുവിനെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്തായാലും ശരി, ചിന്നു ഇവിടെ നിൽക്കില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്.